ഓക്കെ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. സോ ഞാനൊരു രണ്ട് ചെറിയ പ്രോബ്ലം അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒരുവിധം എല്ലാവരും അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, കണ്ടു. കുറച്ച് പേര് മാത്രം ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, അത്ര വലിയ ഡിഫിക്കൽട്ട് പ്രോബ്ലം ഒന്നുമല്ല. നമ്മുടെ കുറച്ചും കൂടി ലോവർ ക്ലാസ്സിലുള്ള സ്റ്റാൻഡേർഡിലൊരു പ്രോബ്ലമാണ് തന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. സോ ദാറ്റ് ഈസ് മെട്രിക്സ് മെത്തേഡ്സ് ഇൻ പാരാക്സിയൽ ഓപ്റ്റിക്സ്. ഓക്കെ, എന്താ പാരാക്സിയൽ ഓപ്റ്റിക്സ് എന്ന് പറയാം. അതിന് മുന്നേ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഞാൻ തന്ന പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ബേസിക്കലി ഐ വോണ്ട് ടു ഡെമോൺസ്ട്രേറ്റ് ദ യൂസസ് ഓഫ് മെട്രിക്സ്. എന്തിനാണ് നമ്മൾ ഈ മെട്രിക്സസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നത്, ഇല്ലെങ്കിൽ വാട്ട് ഇസ് എ ഫാക്ടർ മെട്രിക്സ്, എന്താ പറയുക, ഒരു മെട്രിക്സ് എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, ഒരു എലമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ റോസും കോളംസും റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊരു ഓക്കെ ഓക്കെ അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് കാണുന്നു, ഇൻവേഴ്സ് കാണുന്നു, ട്രാൻസ്പോസ് കാണുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസ് എവിടെയാണെന്ന് പലപ്പോഴും പലർക്കും സംശയം ഉണ്ടായിരിക്കും. എന്തിനാണ് നമ്മളിങ്ങനെ കുറേ ഒരു നമ്പർ ഒരു ബോക്സ് ആക്കി അറേഞ്ച് ചെയ്തിട്ട് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്, അങ്ങനെ പല സംശയങ്ങളും പണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് യൂസസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പ്രോബ്ലം തന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം ഒരുവിധം എല്ലാവരും ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു സാധാരണ ട്രിഗണോമെട്രി വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ് കിട്ടിയാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. സോ നമുക്ക് കോർഡിനേറ്റ്സ് ഒക്കെ ആ രീതിയിൽ നമുക്ക് ഒരു സിമ്പിൾ കാൽക്കുലേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വെറും പൈതഗോറസ് തിയറം മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അത് ആ രീതിയിലാണ് ഒരുവിധം എല്ലാവരും അവിടെ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചിലർ മാത്രം കുറച്ച് എന്തൊരു സൈൻ തീറ്റ കോസ് തീറ്റ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ അതും വരുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കാൾഡ് റൊട്ടേഷൻ മെട്രിക്സ്. ഓക്കെ, 2 ഡയമെൻഷണൽ ഫോം ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മെട്രിക്സ് റിലേറ്റ്സ് ഓൾഡ് കോർഡിനേറ്റ് ടു ദ ന്യൂ കോർഡിനേറ്റ്. ഓക്കെ, റൊട്ടേഷന് മുമ്പുള്ള കോർഡിനേറ്റും റൊട്ടേഷന് ശേഷമുള്ള കോർഡിനേറ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 2D റൊട്ടേഷണൽ മെട്രിക്സ്. 2 ഡയമെൻഷൻ ആണെങ്കിൽ 2D, 3 ഡയമെൻഷൻ ആണെങ്കിൽ അത് 3D വരുന്നുണ്ട് വരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ലൈഡ് നോക്കിയാൽ അറിയാം. സോ ദാറ്റ് 2D റൊട്ടേഷൻ മെട്രിക്സ് ഈസ് ഗിവൺ ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ആ ഒരു മെട്രിക്സിനെ നമ്മൾ ആ ഓൾഡ് കോർഡിനേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, സോ അതിൽ നമുക്ക് 4 പോയിന്റും ഈ മെട്രിക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുതിയ പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് വൺ യൂസ് ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ അല്ലാത്ത രീതിയിലും ചെയ്യാം, അല്ലാത്ത രീതിയിലും പലരും ചെയ്തിട്ടുണ്ട്, ട്രിഗണോമെട്രി അറിഞ്ഞാൽ മതി. പക്ഷേ എന്താ പ്രശ്നം വരികയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞു യു ആർ റൊട്ടേറ്റിംഗ് ദ സ്ക്വയർ അറ്റ് ദ പോയിന്റ് എ ഒറിജിൻ ആയിരുന്നു, 0, 0 വെച്ചിട്ടാണ്. അവിടെയാണ് ഞാൻ ആക്സിസ് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഇഫ് ഐ റൊട്ടേറ്റ്, അത് 45 ഡിഗ്രി പറഞ്ഞു. 45 ഡിഗ്രി പറഞ്ഞാൽ കോസ് 45 ഈക്വൽ ടു 1/√2 എല്ലാവർക്കും അറിയാം. സൈൻ 45 ആണെങ്കിൽ 1/√2 അറിയാം. സോ അവിടെ നമുക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ 45-ന് പകരം ഒരു 36 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആയി. നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഈ ട്രിഗണോമെട്രി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ചെയ്യാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഞാൻ ഈ പോയിന്റ് എയിലൂടെ അല്ല, ഞാൻ വേറൊരു ആർബിട്രറി പോയിന്റിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സ്ക്വയറിൻ്റെ ചിലപ്പോൾ നടുക്കാവാം, ഇല്ലെങ്കിൽ 1/3 പൊസിഷനിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെയാണ് എൻ്റെ ആക്സിസ്, അവിടെ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. സോ യു ഹാവ് ടു ഗോ ഫോർ മെട്രിക്സ് മെത്തേഡ്സ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി യൂസ് ഓഫ് മെട്രിക്സ്. ആക്ച്വലി ഇമേജ് പ്രോസസ്സിങ്, നമ്മൾ പോയി കഴിഞ്ഞാൽ ഇമേജ് പ്രോസസ്സിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിമിങ്, ഇതിലെല്ലാം എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫിഗർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ഏത് ആക്സിസിൽ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, ട്രാൻസ്ലേഷൻ, എല്ലാത്തിനും നമുക്ക് മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ എവിടെ നിന്നാണ്, മെട്രിക്സ് ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ആൾജിബ്ര അതിലാണ്, മെട്രിക്സ് ആൾജിബ്രയാണ്. ഓക്കെ, ആൻഡ് വേറെ യൂസ്, അതിൻ്റെ ആ യൂസിൻ്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ
second problem തന്നത്. So that is a system of equations. Okay. അപ്പോൾ എനിക്ക് 3 അൺനോൺ ഉണ്ട് എക്സ് വൈ സെഡ്. ഓക്കെ, 3 അൺനോണും 3 ഇക്വേഷനും ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് ദ സൊല്യൂഷൻ. എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ബേസിക്കലി n അൺനോൺ ഉണ്ടെങ്കിൽ n ഇക്വേഷൻസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ആദ്യം നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന 2 അൺനോൺ എക്സ് വൈയുടെ 2 ഇക്വേഷൻ തരും. അത് എക്സും വൈയും കണ്ടുപിടിക്കുക. കുറച്ചും കൂടി എക്സ്റ്റൻഷൻ ആയി കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് 3 വെച്ചിട്ട്. അപ്പോൾ പലരും ആ മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സാധാ മെത്തേഡിൽ. സോ യു ക്യാൻ ഫൈൻഡ് ദ സൊല്യൂഷൻ. ഓക്കെ, പക്ഷേ അൺനോൺസിൻ്റെ എണ്ണം കൂടുന്തോറും ഇപ്പോൾ 3 ആണെന്നുണ്ടെങ്കിൽ ഒരുവിധം നിങ്ങളൊക്കെ ചെയ്യും. ഒരു 4 5 ഒക്കെ തന്നു കഴിഞ്ഞാൽ ദിറ്റ്സ് ബിക്കംസ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. ആ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യും, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഐ ക്യാൻ റൈറ്റ് ആസ്, ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൾ ടു 6, 2x plus 3y plus 5z equal to 7, 3x plus 2y plus 2z equal to 15. Okay. So a set of equation, 3 set of equation I can represent as a matrix equation. അപ്പോൾ അതിൽ ആ വേരിയബിൾസിൻ്റെ എക്സ് വൈ സെഡിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം എഴുതാം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ 1 1 1 വരും, സെക്കൻഡ് ഇക്വേഷൻ ആണെങ്കിൽ 2 3 5 വരും, തേർഡ് ഇക്വേഷൻ ആണെങ്കിൽ 3 2 2 വരും. ഇൻറ്റു എക്സ് വൈ സെഡ്, ഓക്കെ, ഒരു കോളം മെട്രിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻ തന്നിരിക്കുന്നതിൽ ആർ എച്ച് എസ് സൈഡിലുള്ള കോൺസ്റ്റൻസ് ദാറ്റ് ഈസ് 6 17 15. ഓക്കെ, ഈ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി, വേർ എ ഇസ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്, ബി എന്ന് പറയുന്നത് അതിൻ്റെ അപ്പോൾ റൈറ്റ് സൈഡിലുള്ള കോളം മെട്രിക്സ്, എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്നുള്ള മെട്രിക്സ്. ഈ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എ എക്സ് പ്ലസ് ബി എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദെൻ എക്സ് ഈക്വൾ ടു എ ഇൻവേഴ്സ് ബി എന്ന് എഴുതാം. എ എന്നുള്ള മെട്രിക്സിനെ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ആയി. ഓക്കെ, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അതിന് എന്തൊക്കെ വേണം, ആ മെട്രിക്സ്. ഓക്കെ, ഡൺ. ശരി. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം, എയുടെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അതിനെ വിളിക്കും അഡ്ജോയിൻറ്റ്. സോ അഡ്ജോയിൻറ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായി, ഇൻവേഴ്സ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. സോ എക്സ് വൈ സെഡ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദറ്റ് കോളം മെട്രിക്സ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഈ മെട്രിക്സ് എന്താ പറയുക, കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുക ഇൻറ്റു 6 17 15 എന്ന് പറയുന്നുള്ള കോളം മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ. സോ എക്സ് വൈ സെഡ് ഈക്വൽ ടു 3 2 1. സോ ദാറ്റ് മീൻസ് x equal to 3, y equal to 2, z equal to 1. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു മെത്തേഡാണ് മെട്രിക്സിൽ. ഓക്കെ, ഈ മെത്തേഡ് ഫെയിൽ ആവുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. അതിന് നമ്മൾ വേറെ പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ക്രാമേഴ്സ് മെത്തേഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട് മെട്രിക്സിൽ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു വൺ മെത്തേഡ് പറഞ്ഞു. സോ ഓക്കെ, സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഡെമോൺസ്ട്രേറ്റ് ദ യൂസ് ഓഫ് മെട്രിക്സസ് എന്തൊക്കെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ തന്നാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്കിത് യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററിൽ പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് ഇതിൻ്റെ യൂസ് തന്നെയാണ് മെയിനായിട്ട്. ഓക്കെ, സോ ഫൈൻ. സോ ദാറ്റ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സസ്. നമുക്ക് എവിടെയൊക്കെ ആവശ്യം വരും എന്നുള്ളത്. Now we will go to the next slide. Okay. Fine. Okay. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് പാരാക്സിയൽ ഒപ്റ്റിക്സ്. എന്താണ് പാരാക്സിയൽ ഒപ്റ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ പാരാക്സിയൽ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പാരലൽ ടു ദ ആക്സിസ്, ദാറ്റ് ഈസ് പാരാക്സിയൽ. ഓക്കെ, സോ നമ്മൾ വരുന്ന ലൈറ്റ് റേസ് ഒക്കെ ദാറ്റ് ഈസ് ആൾമോസ്റ്റ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഒപ്റ്റിക്കൽ സിസ്റ്റം. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സോ ബേസിക്കലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ 2 3 ലെൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് സിസ്റ്റം, അതിനൊരു 2 3 ഒരു സെറ്റ് ഓഫ് ലെൻസസ്, അല്ലെങ്കിൽ ക്യാമറ, ഇതിലൊക്കെ ഒരു സെറ്റ് ഓഫ് ലെൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ സെറ്റ് ഓഫ് ലെൻസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ലൈക്ക് ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക.
So it will have a cylindrical symmetry. ആ സിലിണ്ടറിൻ്റെ ആക്സിസ് ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ലെൻസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ബേസിക്കലി ഒരുവിധം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഈ ഒരു കോൺഫിഗറേഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് സിലിണ്ടറിക്കൽ സിമെട്രി, ഒരു സിലിണ്ടറിക്കൽ സിമെട്രി ഉള്ള സിസ്റ്റത്തിൽ സെഡ് ആക്സിസ് ആണ് അതിൻ്റെ നമ്മൾ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ലെൻസ് ഒക്കെ വരിക. അപ്പോൾ ഈ സ്ലൈഡിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ലെൻസ് കൊണ്ട് രണ്ട് ലെൻസ് അവിടെ വെച്ചിട്ടുണ്ട്, പകുതി കട്ടായിട്ടുണ്ട്, പകുതി കാണാനില്ല. ഓക്കെ, എന്തായാലും ആ ലെൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് റേസ് പോകുന്നത്. ഓക്കെ, സോ ഇനി വരുന്ന റേസ് ഒക്കെ ഈ ആൾമോസ്റ്റ് പാരലൽ ടു ദ എന്താ പറയുക ഒപ്റ്റിക് ആക്സിസ് സെഡ് ആക്സിസിന് ആൾമോസ്റ്റ് പാരലൽ ആയിട്ടായിരിക്കും, ചെറിയ ആംഗിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ വിളിക്കുന്നത് പാരാക്സിയൽ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റിക്കൽ സിസ്റ്റംസിൻ്റെ ഒക്കെ ഇപ്പോൾ ഒരു ലെൻസിൻ്റെ ഏത് ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഇമേജ് വരും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. +2 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യു അറിയാം, വി അറിയാം, എഫ് അറിയാം, അത് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ അറിയാം. അപ്പോൾ യു ഒബ്ജക്റ്റ് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെയായിരിക്കുന്നത് നിങ്ങൾക്ക് എഫ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ ബേസിക്കലി എവിടെ ഇമേജ് ഫോം ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഒരു ലെൻസിൻ്റെ കേസിലൊക്കെ. ആൻഡ് ഒരു സെറ്റ് ഓഫ് ലെൻസസ്, ഒരു ലെൻസിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ലെൻസ് വെച്ചു, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വേറെ ലെൻസ് വെച്ചു, അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും, നമുക്ക് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ലെൻസിൽ നിന്ന് ഒരു ആഫ്റ്റർ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഒരു പൊസിഷനിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ വേറൊരു ലെൻസ് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് മാറി. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ലെൻസിന് ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു അവിടെയായിരിക്കും ഒബ്ജക്റ്റ് വരിക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വെച്ചിട്ട് അതിനൊരു ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻസ് ഓഫ് ലെൻസസ് കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ റിഫ്രാക്റ്റീവ് എലമെൻറ്റ്സ് കൂടി വരുമ്പോൾ നമുക്കത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മൾ സാധാരണ നോർമൽ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതിനൊരു പവർഫുൾ മെത്തേഡാണ് ഒപ്റ്റിക്സ് മെത്തേഡ്, മെട്രിക്സ് മെത്തേഡ്സ്. ഓക്കെ, സോ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ലൈറ്റ് റേ, സപ്പോസ് ആ ഫിഗറിൽ നോക്കിയാൽ കാണാം, എ ലൈറ്റ് റേ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതങ്ങനെ ഒരു ചെറിയ പി എന്ന് പറയുന്നത്, ആൻഡ് ദാറ്റ് ട്രാവൽസ് ടുവേർഡ്സ് എം ആൻഡ് ടുവേർഡ്സ് ക്യൂ, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൾമോസ്റ്റ് പാരലൽ ടു ദ ആക്സിസ് സെഡ് ആക്സിസിന് പാരലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൾമോസ്റ്റ് പാരലൽ, ചെറിയ ആംഗിൾ ഉണ്ടാവുള്ളൂ, അതാണ് പാരാക്സിയൽ ഓപ്റ്റിക്സ്. ഓക്കെ, ഇനി നമുക്കൊരു പോയിന്റ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ യു നീഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോർഡിനേറ്റ്സ് പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. സോ ദാറ്റ് ഈസ് XY Z. ഇനി 3 ഡയമെൻഷൻ ആണെങ്കിൽ XYZ, ദാറ്റ് ഈസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി നമ്മളിവിടെ ആക്ച്വലി വി ഹാവ് എ സിലിണ്ടറിക്കൽ സിമെട്രി. ഈ കേസിലൊക്കെ സിലിണ്ടറിക്കൽ സിമെട്രി ഉണ്ട്. സോ ഞാനിവിടെ XY കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് അല്ല യൂസ് ചെയ്യുന്നത്. ഐ ക്യാൻ യൂസ് സം അതർ കോർഡിനേറ്റ്സ് ലൈക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഐ ക്യാൻ മെൻഷൻ ബൈ മെൻഷനിങ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ Z ആക്സിസ്, ദാറ്റ് ഈസ് X1 അല്ലെങ്കിൽ X. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പി നിന്ന് നേരെ താഴേക്ക് പി പ്രൈമിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ പി പ്രൈം, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചത്. എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് ആണ്. Z ആക്സിസിലാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് എക്സ്. ഇനി ഇത് കുറച്ച് ചെരിഞ്ഞിട്ടാണ് പോകുന്നത് ഈ Z ആക്സിസുമായിട്ട്. ആ Z ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് കേസിൽ പിയുടെ സ്ഥലത്ത് ഉണ്ടാവുന്ന ആംഗിൾ α1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആൽഫ എന്ന് പറയാം. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് 2 വാല്യൂസ് വെച്ചിട്ട് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. വൺ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ Z ആക്സിസ് ആൻഡ് ദ ആംഗിൾ which the light ray makes with the Z axis. Okay, so P can be specified as alpha x. Okay, ഈ 2 കോർഡിനേറ്റ് വെച്ചിട്ട് എനിക്ക് Pനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ഇവിടെ വേറെ ആംഗിൾ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് psi. ഓക്കെ, psi എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ആൽഫ മെൻഷൻ ചെയ്യുന്നതിന് പകരം psi മെൻഷൻ ചെയ്താലും മതി. psi equal to 90 minus alpha, ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ,
So P can be specified as alpha x or psi x. Psi x ആയിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൽഫ എക്സ് മാത്രം ആവണമെന്നില്ല, എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഐ ക്യാൻ റെപ്രസെൻറ്റ് ആസ് P as cos phi x, where cos phi is called direction cosine. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഓരോ ആക്സിസിലേക്കുള്ള ആംഗിളിനെ നമ്മൾ അതിൻ്റെ കോസിനെ നമ്മൾ ഡയറക്ഷൻ കൊസൈൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ P ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് കോസ് ഫൈ കൊമ എക്സ്. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ we can add an element n where n is the refractive index. So P can be represented as n cos psi x. n cos psi x. ഈ രണ്ട് വാല്യൂ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ കോസ് ഐ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻ ആണെന്ന് പറഞ്ഞു. എൻ കോസൈനെ ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ എന്ന് വിളിക്കും. ദാറ്റ് ഇസ് കാൾഡ് ലാംഡ. ഓക്കെ, നമ്മൾ ജോമെട്രിക്കൽ ലെങ്ത്തും ഒപ്റ്റിക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എ ഫാക്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ ഡയറക്ഷൻ കൊസൈനും ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റന്റ് എൻ, ദാറ്റ് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈനായി. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ അതിനെ ലാംഡ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ പി ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ലാംഡ എക്സ്. അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് ആ പൊസിഷൻ പിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പൊസിഷൻ മാത്രമല്ല അതിൻ്റെ ഡയറക്ഷനും, ആ റേയുടെ ഡയറക്ഷനും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് റേ അറ്റ് ദ പോയിന്റ് പി. ഓക്കെ, വേർ ലാംഡ ഈക്വൽ ടു എൻ കോസൈ അല്ലെങ്കിൽ എൻ കോസൈക്ക് പകരം സൈൻ ആൽഫ എന്ന് എഴുതാം. ഫിഗർ നോക്കിയാൽ കിട്ടും. ഓക്കെ, ആൽഫ ഈക്വൽ ടു 90 മൈനസ് കോസ് ഫൈ. ഓക്കെ, അല്ലെങ്കിൽ സൈൻ ആൽഫ, ആംഗിൾ ആൽഫ ചെറുതാണെന്നുണ്ടെങ്കിൽ സൈൻ ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ. ഓക്കെ, or lambda equal to n alpha. So that is the equation. So that is the relation between optical direction cosine and നമ്മുടെ direction alpha, refractive index. ഓക്കെ, ഇത് വെറും ആൽഫ ആവാൻ കാരണം, സൈൻ ആൽഫയ്ക്ക് ഒരു ആൽഫ ആവാൻ കാരണം ബിക്കോസ് ഓഫ് പാരാക്സിയൽ ഒപ്റ്റിക്സ്, പാരാക്സിയൽ അപ്രോക്സിമേഷൻ എന്ന് പറയും. ആംഗിൾസ് എല്ലാം വളരെ ചെറിയ ആംഗിളാണ്. സോ സൈൻ ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മൾ വി വിൽ സ്റ്റാർട്ട്. ഓക്കെ, സോ ബേസിക് കൺസെപ്റ്റ്സ് വേണം. വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ, ഇത് എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും, എവിടെ എത്തും, അതിൻ്റെ പുതിയ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സ്ലൈഡിൽ, അടുത്ത സ്ലൈഡിൽ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നിന്ന് ലൈറ്റ് റേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ട്രാവൽ ടുവേർഡ്സ് ദ പോയിന്റ് എം, അല്ലെങ്കിൽ എം വരെ ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ പി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് കോർഡിനേറ്റ്സ് ലാംഡ 1 x1, m can be represented as coordinates lambda 2 x2. ഈ രണ്ട് കോർഡിനേറ്റ് വെച്ചിട്ട് പിനെയും എമ്മിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻഡ് സപ്പോസ് ദാറ്റ് ഇറ്റ്സ് എ ഹോമോജീനിയസ് മീഡിയം. ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഹോമോജീനിയസ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ദാറ്റ് മീൻസ് ലൈറ്റ് വിൽ നോട്ട് ബെൻഡ്. ലൈറ്റ് ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ മാത്രം പാസ് ചെയ്യും. അവിടെ എവിടെയെങ്കിലും ഒരു റിഫ്രാക്റ്റീവ് എലമെന്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബെൻഡ്. ആ ലെൻസിലേക്ക് എത്തിയിട്ടില്ല, ലെൻസ് കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കണം. അവിടെ ഞാൻ വരച്ച ഫിഗർ തെറ്റിയിട്ടുണ്ട്, കുറച്ച് ചെറുതാണ്, സാരമില്ല. ലെൻസിൽ എത്തിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ലെൻസിൽ എത്തുന്നവരെ അത് സ്ട്രൈറ്റ് ലൈനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് മീൻസ് ആൽഫ വിൽ നോട്ട് ചേഞ്ച്. ഓക്കെ, സോ ഹോമോജീനിയസ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ആൽഫ മാറില്ല. ഓക്കെ, ഇനി ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ഡയറക്ഷൻ മാറുള്ളൂ. അപ്പോൾ അതുവരെ ഡയറക്ഷൻ വിൽ ബി സെയിം. ഓക്കെ, പക്ഷെ ഫിഗർ നോക്കിയാൽ അറിയാം ആ സെഡ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. സോ x2 ഈസ് ഗ്രേറ്റർ ദാൻ x1. എമ്മിലുള്ള എക്സ്പൊസിഷൻ എന്ന് പറയുന്നതും പിയിലുള്ള എക്സ്പൊസിഷൻ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. എം എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ x2 ഈസ് ലാർജർ ദാൻ x1. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു
ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ രണ്ട് പോയിന്റുകളും തമ്മിൽ along the z axis it travels a distance capital D. ഫിഗർ നോക്കിയാൽ അറിയാം പി പ്രൈം എം പ്രൈം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. z ആക്സിസിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡി. അപ്പോൾ നമ്മൾ പറയും the ray is displaced translated through a distance capital D along x axis. Okay, so translation സംഭവിച്ചു. എവിടുന്ന് പി നിന്ന് എമ്മിലേക്ക് പോകുമ്പോൾ ഡി ഡിസ്റ്റൻസ് ട്രാൻസ്ലേഷൻ സംഭവിച്ചു ആ ഒപ്റ്റിക്കൽ റേക്ക്. ഓക്കെ, സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് കണ്ടുപിടിക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ആംഗിൾ മാറുന്നില്ല. ഓക്കെ, ഹോമോജീനിയസ് മീഡിയ ആണെങ്കിൽ ദാറ്റ് മീൻസ് ആൽഫ 2 ഈക്വൽ ടു ആൽഫ 1, അല്ലെങ്കിൽ നമുക്ക് എഴുതാം ലാംഡ 2 ഈക്വൽ ടു ലാംഡ 1. ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ ആണ്, അതും മാറാൻ പോകുന്നില്ല. ഓക്കെ, എൻ ആൽഫയാണ് ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ. എൻ മാറുന്നുണ്ടെന്നില്ല എന്നുണ്ടെങ്കിൽ ലാംഡയും മാറില്ല. ഓക്കെ, സോ ലാംഡ 2 ഈക്വൽ ടു ലാംഡ 1, ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇനി അടുത്തത് വി വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് x2. z ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് x2 എന്ന് പറയുന്നത് അറ്റ് ദ പോയിന്റ് എം എന്ന് പറയുന്ന പോയിന്റിലുള്ളത്. ഓക്കെ, അപ്പോൾ സോ x2 ഈക്വൽ ടു, ഈ ഫിഗർ നോക്കിയാൽ അറിയാം ഇത്രയും ദൂരം x1 ആണ്. അവിടെ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി ടാൻ ആൽഫ ആയിരിക്കും, ടാൻ ആൽഫ 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി x2 ഈക്വൽ ടു x1 പ്ലസ് ഡി ടാൻ ആൽഫ 1. ഓക്കെ, വി ഒബ്ടൈൻ ദാറ്റ് ഇക്വേഷൻ. അല്ലെങ്കിൽ x2 ഈക്വൽ ടു x1 പ്ലസ് ഡി ആൽഫ 1 എന്ന് എഴുതാം. ബിക്കോസ് പാരാക്സിയൽ അപ്രോക്സിമേഷൻ ആണ്. ആൽഫ 1 സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ടാൻ ആൽഫ എന്തായിരിക്കും? ആൽഫ തന്നെ ആയിരിക്കും. ഓക്കെ, ഫോർ സ്മോൾ ആംഗിൾ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ, ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ, കോസ് തീറ്റ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റി x2 ഈക്വൽ ടു x1 പ്ലസ് ഡി ആൽഫ 1. ഓക്കെ, അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയത് മാത്രം. x2 ഈക്വൽ ടു ഡി ആൽഫ 1 പ്ലസ് x1 എന്ന് എഴുതി. അല്ലെങ്കിൽ ആൽഫയ്ക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ലാംഡയുടെ ടേമിൽ എഴുതാം. ഓക്കെ, ആൽഫ ഈക്വൽ ടു ലാംഡ ബൈ എൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതി x2 ഈക്വൽ ടു ഡി ബൈ എൻ ഇൻറ്റു ലാംഡ 1 പ്ലസ് x1, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഞാൻ ആ രണ്ട് ഇക്വേഷൻ കൂടി ഒന്നും കൂടി എടുത്തെഴുതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാംഡ 2 ഈക്വൽ ടു 1 ഇൻറ്റു ലാംഡ 1 പ്ലസ് 0 ഇൻറ്റു x1. അത് 0 ആയിപ്പോയി, രണ്ടാമത്തെ ടേം ഇല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് x2 ഈക്വൽ ടു ഡി ബൈ എൻ ഇൻറ്റു ലാംഡ 1 പ്ലസ് 1 ഇൻറ്റു x1, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഐ ഹാവ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, 1ഉം 2ഉം. ആ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ 2 x2 ഈക്വൽ ടു 1 0 ഡി ബൈ എൻ 1 ലാംഡ 1 x1 എന്നുള്ള ഒരു മെട്രിക്സ് ഇക്വേഷൻ ആക്കി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിലെ അടുത്ത സ്ലൈഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, സോ അതിലെ ദിസ് റിലേറ്റ്സ്, ഈ ഇക്വേഷൻ നോക്കിയാൽ കാണാം, പ്രീവിയസ് സ്ലൈഡിൽ തന്നെ നോക്കുക, ഈ ഇക്വേഷൻ നോക്കിയാൽ കാണാം നമ്മുടെ രണ്ട് പോയിന്റുകൾ ലാംഡ 2 x2 എന്ന് പറയുന്നത് ഫൈനൽ പോയിന്റും ലാംഡ 1 x1 എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റും, അതിന് രണ്ടിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് വെച്ചിട്ടാണ്. ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കും ട്രാൻസ്ലേഷൻ മെട്രിക്സ്. സോ ദാറ്റ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഈസ് ഗിവൺ ബൈ 1 0 d by n 1. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 1. ഡിറ്റർമിനൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ മെട്രിക്സിനെ നമ്മൾ വിളിക്കും ട്രാൻസ്ലേഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷൻ മെട്രിക്സിൽ എടുത്തിട്ട് ഇനീഷ്യൽ കോർഡിനേറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ കോർഡിനേറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് മെത്തേഡ്സ്. മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഒരു ലൈറ്റ് റേ ഒരു ഹോമോജീനിയസ് മീഡിയത്തിൽ ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെങ്കിൽ ഫൈനൽ കോർഡിനേറ്റും ഇനീഷ്യൽ കോർഡിനേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഓപ്പറേഷൻ മെട്രിക്സ്, ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഈസ് ഗിവൺ ബൈ 1 0 d by n 1. ഓക്കെ, നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി we will go to the next point. നമ്മുടെ സൂമിൻ്റെ ടൈം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ടൈം ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അടുത്തൊരു മീറ്റിംഗ് കൂടി സെറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്ക് കയറാം. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ റിഫ്രാക്ഷൻ. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷനെ പറഞ്ഞുള്ളൂ, നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റേ മീഡിയത്തിലേക്ക് കടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയാൽ കാണാം, വി ഹാവ് എ റിഫ്രാക്റ്റിംഗ് സർഫസ്. ഒരു ലെൻസിലെ ആ ഫസ്റ്റ് സർഫസ്, ലൈറ്റ് വീഴുന്ന ഒരു അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ സർഫസിൻ്റെ ഒരു പോർഷനാണ് അവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, വേർ സി ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ കർവേച്ചർ. ലെൻസോ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ആ സ്ഫിയറിൻ്റെ സെൻറ്ററാണ് സി എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ട് മീഡിയമാണ്. സോ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ് ഫാൾസ് ഓൺ ദ പോയിന്റ് പി. പിയിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 കൂടുതലാണെങ്കിൽ ദാറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സോ ബെൻഡ് ചെയ്തിട്ട് ദാറ്റ് വിൽ ട്രാവൽ ടുവേർഡ്സ് ദ പോയിന്റ് ബി. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ലൈറ്റ് ബെൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ? എവിടെയാണോ വീഴുന്നത് അവിടെ നിങ്ങളൊരു നോർമൽ വരയ്ക്കണം. ആ നോർമലിലേക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, സോ അവിടെ നോർമൽ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ സെൻറ്ററും ആ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈന് ആ സർഫസിൽ എപ്പോഴും എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. സർഫസിലെ ടാൻജൻറ്റിന് നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ നോർമൽ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രോ എ ലൈൻ ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ കർവേച്ചറിൻ്റെ സെൻറ്ററിലേക്ക് കൂട്ടി വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോർമലാണ് വരച്ചിരിക്കുന്നത്. എൻ സി എന്ന് പറയുന്നത് നോർമലാണ്, അല്ലെങ്കിൽ NP എന്ന് പറയുന്നത് നോർമലാണ്. ഓക്കെ, AP ആണ് ഇൻസിഡൻറ്റ് റേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ജസ്റ്റ് ബിഫോർ റിഫ്രാക്ഷനും ജസ്റ്റ് ആഫ്റ്റർ റിഫ്രാക്ഷനും എന്തായിരിക്കും കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ റേയുടെ ഡയറക്ഷൻ ഇവിടെ ജസ്റ്റ് ബിഫോർ ഇൻസിഡൻറ്റ് ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. ഓക്കെ, സോ ബിഫോർ ഇൻസിഡൻസ് എന്തായിരിക്കും? ആ ഡിസ്റ്റൻസ് എക്സ് ആണ്. Z ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ദ കോർഡിനേറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് α1 x1. ഓക്കെ, α1 വേർ α1 ഇസ് ദ Z ആക്സിസിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ. ഫിഗർ നോക്കിയാൽ കിട്ടും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് α1 അല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് θ1 ആണ്. ഓക്കെ, ഇനി അപ്പോൾ റിഫ്രാക്ട് ചെയ്തപ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് θ2 അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആഫ്റ്റർ എന്ന് പറയുന്നത് ഡയറക്ഷൻ മാത്രമേ മാറുള്ളൂ. ആ പൊസിഷൻ, ആ ഡിസ്റ്റൻസ് എക്സ് സെയിം ആയിരിക്കും. അപ്പോൾ x1 വിൽ ബി ഈക്വൽ ടു x2, ഓൺലി ദ ഡയറക്ഷൻ ചേഞ്ചസ്. α2 ചേഞ്ച്, അതായത് ആൽഫ മാറും. ജസ്റ്റ് ബിഫോറും ജസ്റ്റ് ആഫ്റ്ററും ആ രണ്ട് കോർഡിനേറ്റ്സ് ആണ് നമ്മൾ, ഈ രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, റിഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഫെറിക്കൽ സർഫസിലുള്ള റിഫ്രാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എ എന്നാണ്, പി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസിഡൻറ്റ് ചെയ്തു, അവിടുന്ന് റിഫ്രാക്ട് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നെൽസ് ലോ നമുക്കറിയാം, ദാറ്റ് ഈസ് N1 sin θ1 ഈക്വൽ ടു N2 sin θ2, അല്ലെങ്കിൽ sin θ1 by sin θ2 ഈക്വൽ ടു N2 by N1. അതാണ് നമ്മുടെ സ്നെൽസ് ലോ, എന്താ പറയുക, ലോ ഓഫ് റിഫ്രാക്ഷൻ, സെക്കൻഡ് ലോ. ഓക്കെ, ഇനി പാരാക്സിയൽ അപ്രോക്സിമേഷൻ ആണെങ്കിൽ sin θ1 നമുക്ക് θ1 എന്ന് എഴുതാം, sin θ2 വെറും θ2 എന്ന് എഴുതാം, ബിക്കോസ് സ്മോൾ ആംഗിൾ ആണ് നമുക്കറിയാം. സോ നമുക്ക് കിട്ടി N1 θ1 ഈക്വൽ ടു N2 θ2. സോ ദാറ്റ് ഈസ് പാരാക്സിയൽ അപ്രോക്സിമേഷൻ. ഇനി ആ ഫിഗർ നോക്കിയാൽ നമുക്കതൊന്ന് θ1 θ2 കണ്ടുപിടിക്കാൻ പറ്റും. θ1 ഈക്വൽ ടു φ1 പ്ലസ് α1, θ2 ഈക്വൽ ടു φ1 പ്ലസ് α2. ഓക്കെ, ജസ്റ്റ് ഫിഗർ നോക്കിയാൽ കിട്ടും. ഇനി അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് തിരിച്ച് അപ്പുറത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ N1 ഇൻറ്റു φ1 പ്ലസ് α1 ഈക്വൽ ടു N2 ഇൻറ്റു φ2 പ്ലസ് α2 എന്ന് കിട്ടും. Okay, so I'm going to the next slide. Okay, so അവിടെ നിന്ന് എനിക്ക് അത് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? N2 α2 ഈക്വൽ ടു N1 α1 മൈനസ് N2 മൈനസ് N1 ഇൻറ്റു φ1. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും.
ഇനി അഗെയിൻ അതിൽ എനിക്ക് 5-1 എന്ന് പറയുന്ന സാധനം വേണ്ട, അതിനെനിക്ക് റീപ്ലേസ് ചെയ്യണം. അഗെയിൻ ഗോ ടു ദ ഫിഗർ. ആ ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ 5-1 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമുക്കറിയാം വാട്ട് ഈസ് സൈൻ തീറ്റ, അല്ല സോറി, അല്ലെങ്കിൽ സൈൻ 5-1 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റേഡിയസ് ആറാണ്. ഓക്കെ, സോ സൈൻ 5-1 ഈക്വൽ ടു അഗെയിൻ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് 5-1 ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ആർ. സോ ഈ ഫൈയുടെ വാല്യൂ തിരിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് n2 alpha 2 ഈക്വൽ ടു n1 alpha 1 മൈനസ് n2 മൈനസ് n1 ബൈ r into x. So that is alpha 2 equal to alpha 1, sorry, alpha അല്ല, lambda. Lambda 2 equal to lambda 1 minus px എന്ന് കിട്ടും. That is equation number 1. Where ഞാൻ ഈ n2 minus n1 by r ന് ഞാൻ p എന്ന് എഴുതി. p is known as power of the refracting surface. ഒരു റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പവർ, ഒരു ലെൻസിൻ്റെ പവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇനി ഓക്കെ, ഞാൻ പറഞ്ഞു ജസ്റ്റ് ബിഫോർ റിഫ്രാക്ഷനും ജസ്റ്റ് ആഫ്റ്റർ റിഫ്രാക്ഷനും ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ കോർഡിനേറ്റ്സ് λ1 x1 ആൻഡ് λ2 x2. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് മാറുന്നില്ല. സോ x2 ഈക്വൽ ടു x1 ഈക്വൽ ടു എക്സ്, സെയിം ആണ്. ഓക്കെ, x2 x1 മാറാൻ പോകുന്നില്ല, ദാറ്റ് എക്സ് ആണ്. ദെൻ അപ്പോൾ ആ ഇക്വേഷൻ തന്നെ ഞാനൊന്ന് സിമ്പിളായിട്ട് മോഡിഫൈ ചെയ്ത് എഴുതി x2 ഈക്വൽ ടു 0 ഇൻറ്റു λ1 പ്ലസ് 1 ഇൻറ്റു x1. ഓക്കെ, 0 ഇൻറ്റു λ1 എന്ന് പറഞ്ഞാൽ 0 ആയി, ഫസ്റ്റ് ടേം പോയി കിട്ടി. ദാറ്റ് ഇസ് സിംപ്ലി x1. ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി അഗെയിൻ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടിയിട്ട് വി ക്യാൻ റൈറ്റ് എ കമ്പൈൻഡ് മെട്രിക്സ് ഇക്വേഷൻ ദാറ്റ് ഈസ് നോൺ ആസ് λ2 x2 ഈക്വൽ ടു എ മെട്രിക്സ് 1 മൈനസ് p 0 1 ഇൻറ്റു λ1 x1. ഓക്കെ, അപ്പോൾ അതിൽ മനസ്സിലായി ദിസ് റിലേറ്റ്സ്, ഈ മെട്രിക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് പഴയ കോർഡിനേറ്റിനെയും പുതിയ കോർഡിനേറ്റിനെയും റിലേറ്റ് ചെയ്യണം വിത്ത് എ മെട്രിക്സ്. ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കും എന്ത്? റിഫ്രാക്ഷൻ മെട്രിക്സ്. സോ റിഫ്രാക്ഷൻ മെട്രിക്സ് ഈസ് ഗിവൺ ബൈ 1 മൈനസ് p 0 1. അതാണ് റിഫ്രാക്ഷൻ മെട്രിക്സ്. ഇനി ഇതിൻ്റെയും ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സോ ഡിറ്റർമിനൻ്റ് ഓഫ് റിഫ്രാക്ഷൻ മെട്രിക്സ് ഈസ് 1. And power of p എന്ന് പറയുന്നതാണ് power of refracting surface, that is given by n2 minus n1 by r. Okay, so that is basically refraction matrix. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ഈ നമ്മൾ ഈ റേ ട്രേസ് ചെയ്യുന്നതിന് പകരം നമുക്ക് സാധാ മെത്തേഡിൽ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. സോ വി വിൽ ഗോ ഫോർ മെട്രിക്സ് മെത്തേഡ്സ്. സോ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് ഇപ്പോൾ ട്രാൻസ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഫൈനൽ കോർഡിനേറ്റ് എന്തായിരിക്കും, റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഫൈനൽ കോർഡിനേറ്റ് എന്തായിരിക്കും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ